ഹായ്, നമസ്കാരം. കുട്ടികളിലെ പഠന വൈകല്യം മനസ്സിലാക്കി എങ്ങനെ അവരോടൊപ്പം നിൽക്കാം, അവരെ പിന്തുണക്കാം എന്ന ടോപ്പിക്കിലാണ് ഒരല്പസമയം നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ രക്ഷിതാക്കളും തങ്ങൾക്ക് മിടുക്കരായ മക്കൾ, സമർത്ഥരായ മക്കൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ലോകത്ത് ഏതൊരു രക്ഷിതാവിനെ എടുത്തു നോക്കിയാലും, ഏതൊരു മാതാപിതാക്കളെ നോക്കിയാലും അവരൊക്കെ സത്യത്തിൽ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ പരമാവധി പരിശ്രമിക്കുന്നു. തങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ നൽകാൻ രക്ഷിതാക്കൾ റെഡിയാണ്. അവർ നന്നായി പഠിക്കാൻ എത്ര പണം വേണമെങ്കിലും അവർ ചെലവഴിക്കാൻ തയ്യാറാണ്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടും, എത്ര പണം മുടക്കിയിട്ടും പലപ്പോഴും രക്ഷിതാക്കളുടെ ആഗ്രഹത്തിനൊത്ത്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മക്കൾ പഠനത്തിൽ മുന്നേറുന്നില്ല, മിടുക്കരാവാൻ സാധിക്കുന്നില്ല. ലേണിംഗ് ഡിസബിലിറ്റി കാരണം പല രക്ഷിതാക്കളും തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിരാശരാണ്. ഇവിടെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥക്ക് പല കാരണങ്ങളുണ്ടാവാം. ഇതെന്താണ് എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഒരു ക്ലാസ്സിൽ കാഴ്ചക്കുറവുള്ള ഒരു കുട്ടി ആ ക്ലാസ്സിലെ ഏറ്റവും പിറകിലുള്ള ഒരു ബെഞ്ചിലാണ് ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആ കുട്ടി പഠനത്തിൽ പിറകിൽ നിൽക്കും. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ബോർഡിൽ എഴുതുന്ന അല്ലെങ്കിൽ വൈറ്റ് ബോർഡിൽ കാണിക്കുന്ന പല കാര്യങ്ങളും പിറകിലിരിക്കുന്ന ആ കുട്ടിക്ക് കാണാൻ കഴിയില്ല. ഇത് ആ കുട്ടിയുടെ രക്ഷിതാവിനോ പഠിപ്പിക്കുന്ന അധ്യാപകനോ കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതൊന്ന് ഓപ്പൺ ആയിട്ട് ആ ടീച്ചറോട് പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി പഠനത്തിലേറെ പിറകിലാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടി തുറന്നു പറയണം, ടീച്ചറെ എനിക്ക് ബോർഡിലുള്ളത് കാണുന്നില്ല. അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ആ ഒരു അധ്യാപകൻ അത് കണ്ടെത്തണം. കുട്ടിക്ക് ആവശ്യമായ പരിശോധനയും കണ്ണടയൊക്കെ മേടിച്ച് ആ പ്രശ്നം പരിഹരിക്കണം. ഇതുപോലെ കേൾവിക്കുറവുള്ള കുട്ടികൾ ഉണ്ടാവാം. ഇവിടെ ആ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കാൻ അധ്യാപകനോ രക്ഷിതാവിനോ സാധിക്കുമ്പോൾ, അതിനു വേണ്ട ട്രീറ്റ്മെന്റും ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ കുട്ടിക്ക് ലഭിക്കുമ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഓർമ്മ ശക്തി കുറവുള്ള, മെമ്മറി പവർ, അപ്പൊ അതിനു വേണ്ട പരിഹാരങ്ങൾ അധ്യാപകരോ രക്ഷിതാക്കളോ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ എന്താണോ കുട്ടിയുടെ പ്രശ്നം, ഏത് കാരണം കൊണ്ടാണ് കുട്ടി പഠനത്തിൽ പിറകിൽ നിൽക്കുന്നത്, ഇത് കണ്ടെത്തി അവിടെ പരിഹരിക്കുമ്പോൾ, ആ കുട്ടിക്ക് വേണ്ട പരിഹാരം നൽകുമ്പോൾ കുട്ടി പഠനത്തിൽ മികവ് പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വീട്ടിൽ ഉണ്ടാകുന്ന നിരന്തരമായ പ്രശ്നങ്ങൾ. അച്ഛനും അമ്മയും, ഭാര്യയും ഭർത്താവും, അതല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന സൗന്ദര്യപ്പിണക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ കുട്ടിയുടെ പഠനത്തെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ചിലപ്പോൾ ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ ഒക്കെ കൃത്യമായ ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടിയെ പഠിപ്പിക്കുക എന്നതിലപ്പുറം കുട്ടിയുടെ മനസ്സിനെ മനസ്സിലാക്കുക, കുട്ടിയുടെ ശാരീരിക മാനസിക അവസ്ഥയെ മനസ്സിലാക്കുക, കുട്ടിയുടെ വീട്ടിലെ ഓരോ അവസ്ഥകളുമൊക്കെ ഒരു അധ്യാപകന് മനസ്സിലാക്കി അതിൽ ഇടപെടാൻ സാധിച്ചാൽ, അതിലേക്ക് കുട്ടിയിലൂടെ ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചാൽ പല കുട്ടികളുടെയും
പഠന പിന്നോക്കാവസ്ഥക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാവും. അപ്പൊ ഈ വിഷയത്തിലൊക്കെ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. എന്താണോ കുട്ടിക്ക് അനുഭവിക്കുന്ന പ്രശ്നം അത് കണ്ടെത്തുക എന്നതും അതിന് ഏത് തരത്തിലുള്ള പരിഹാരമാണോ കുട്ടിക്ക് വേണ്ടത് അത് നൽകുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തെടുക്കാം. അതായത് പണ്ട് കാലത്ത് നടന്ന ഒരു സംഭവമാണ്. നമ്മൾക്ക് പല ബുക്കുകളിലും വായിക്കാൻ സാധിക്കും. ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി മറ്റു സഹപാഠികൾക്ക് ഒരുപാട് പ്രയാസം സൃഷ്ടിക്കുകയാണ്. ബഹളം വെക്കുന്നു, ക്ലാസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. ക്ലാസ് ടീച്ചർക്ക് അത് വല്ലാത്ത ശല്യമാകുന്നു, പഠിക്കുന്ന കുട്ടികൾക്ക് വല്ലാത്ത പ്രയാസമാകുന്നു. ഇതിങ്ങനെ കുറെ ദിവസം ആവർത്തിച്ചപ്പോ കുട്ടിയുടെ അമ്മക്ക് കുട്ടിയുടെ കൈവശം ഒരു എഴുത്ത് കൊടുത്തു വിടുകയാണ്. ആ എഴുത്തിൽ ഇങ്ങനെയാണ്: നിങ്ങളുടെ മകൻ പഠനത്തിൽ വളരെ പിറകിലാണ്. അത് മാത്രമല്ല, ക്ലാസ്സിൽ വല്ലാത്ത ശല്യക്കാരനാണ്. മറ്റു കുട്ടികൾക്ക് പഠിക്കുവാൻ കഴിയാത്ത വിധം അവന്റെ ശല്യം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നാളെ മുതൽ നിങ്ങളുടെ മകനെ ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കരുതേ പ്ലീസ്. ഇതാണ് ആ കത്തിലുള്ള ഒരു ഉള്ളടക്കം. ഇത് ആ കുട്ടിയുടെ കയ്യിൽ തന്നെയാണ് കൊടുക്കുന്നത്. കുട്ടി ആ എഴുത്തുമായി വൈകുന്നേരം അമ്മയുടെ വീട്ടിലെത്തുന്നു. അമ്മ വളരെ ശ്രദ്ധാപൂർവം ആ എഴുത്ത് വായിക്കുകയാണ്. 2-3 തവണ വായിച്ചു. മനസ്സിനകത്ത് വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുന്നു. കുട്ടി അമ്മയുടെ മുഖഭാവം മാറി മാറി വീക്ഷിക്കുന്നുണ്ട്. അവസാനം കുട്ടി ചോദിക്കുന്നുണ്ട്: അമ്മേ, എന്താണ് എഴുത്തിലുള്ളത്? എന്താണ് അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അപ്പൊ അമ്മ പറഞ്ഞു: ഇല്ല മോനെ, എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ ആ എഴുത്തിലെ വരികൾ ഇങ്ങനെ വായിച്ച് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്ന് മോനോട് പറഞ്ഞു. അപ്പൊ എന്താണ് എഴുത്തിലുള്ളത് എന്ന് മോനെ വീണ്ടും ചോദിച്ചു. ടീച്ചർ എഴുതിയിട്ടുള്ളത്: മോനെ, നീ മിടുക്കനായൊരു കുട്ടിയാണ്. അതുകൊണ്ട് നിന്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളോടൊപ്പം നീ പഠിക്കുമ്പോ അവരുടെ ചീത്ത സ്വഭാവങ്ങൾ നിന്റെ പഠനത്തെ സാരമായി ബാധിക്കും. അപ്പൊ നിനക്ക് ഒരുപാട് പഠിക്കുവാനോ ഒരുപാട് ഉയരത്തിലെത്തുവാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് നാളെ മുതൽ നിന്റെ പഠനം നമ്മുടെ വീട്ടിലാണ്. നിന്നെ പഠിപ്പിക്കുന്നത് നിന്റെ ടീച്ചർ നാളെ മുതൽ ഞാനാണ് എന്ന് ആ അമ്മ കുട്ടിയോട് പുറത്ത് തട്ടി സ്നേഹത്തോടു കൂടി പറയാണ്. കുട്ടിക്ക് സമാധാനമായി, സ്കൂളിൽ പോണ്ട. പിറ്റേ ദിവസം മുതൽ കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആ അമ്മയാണ്. ആ അമ്മ കുട്ടിയെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ്. അവനിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവന് ഒതുങ്ങിയിരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു, ഒരുപാട് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതൊക്കെ തരണം ചെയ്ത് അവനെ നിരന്തരമായി പ്രോത്സാഹിപ്പിച്ച് അവനിലുള്ള കഴിവുകളെ കണ്ടെത്തി ആ കഴിവുകൾ നിരന്തരം മോട്ടിവേറ്റ് ചെയ്ത് അവസാനം ആ കുട്ടി എഴുതാൻ പഠിക്കുന്നു, വായിക്കാൻ പഠിക്കുന്നു, നന്നായി ചിന്തിക്കുന്നു, ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തുന്നു. അവസാനം ആ കുട്ടിയിൽ സംഭവിച്ചത് അവൻ വലിയൊരു ശാസ്ത്രജ്ഞനായി, പ്രസിദ്ധനായ പേരുകേട്ട ഒരു ശാസ്ത്രജ്ഞനായി മാറുന്നു. ശാസ്ത്രജ്ഞൻ മാത്രമല്ല, ശാസ്ത്രജ്ഞന്മാരുടെ പിതാവ്, ദ ഫാദർ ഓഫ് സയന്റിസ്റ്റ് എന്ന ആ ഒരു പദവിയിലേക്ക് എത്തുകയാണ്. ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ, അദ്ദേഹത്തിന്റെ കഥയാണിത്. ഇത് നമുക്ക് പല ഗ്രന്ഥങ്ങളിലും വായിക്കാൻ കഴിയും. അപ്പോ ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കുട്ടി ലോകം കണ്ട
ഏറ്റവും വലിയൊരു മനുഷ്യനായി മാറി. ഇത് നമ്മുടെ വിഷയം തട്ടിച്ചു നോക്കൂ. ആ കുട്ടിയുടെ പഠന വൈകല്യം ആ മാതാവ് തിരിച്ചറിഞ്ഞു. ആ മാതാവ് ആ കുട്ടിയെ നിരന്തരമായി പിന്തുണച്ചു, പ്രോത്സാഹിപ്പിച്ചു, കൂടെ നിന്നു. എന്നിട്ട് ചരിത്രം പറയുന്നു, ആ കഥയുടെ അവസാന ഭാഗം കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അമ്മ മരണപ്പെട്ടു, കുട്ടി ഒരുപാട് ഉയരത്തിലെത്തി, വലിയ മനുഷ്യനായി. കുഞ്ഞുണ്ണി മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ മനുഷ്യനായി. ലോകമെങ്ങും അറിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് താമസം മാറി ദൂരെ പല രാഷ്ട്രങ്ങളിലും പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങുകയാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് തോന്നുകയാണ്, എൻ്റെ സ്വന്തം ആ പഴയ വീട്ടിലേക്കൊന്ന് സന്ദർശനം നടത്തിയാലോ. അദ്ദേഹം വിമാനത്തില് അദ്ദേഹത്തിന്റെ ആ പഴയ വീട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുണ്ട്. അദ്ദേഹം ആ വീട്ടിൽ വരുന്നു. അമ്മ അവിടെ അല്ല, അമ്മ മരണപ്പെട്ടു പോയി കുറെ കാലങ്ങളായി. ആ കൂര വീട്ടിൽ, ആ ചെറിയ കുടിലിൽ വന്നു. അവിടേക്ക് അങ്ങനെ ആ ഓർമ്മ പുതുക്കലിൽ ഒരു ചെറിയ റൂമില് ഒരു ഇരുമ്പ് പെട്ടി, കൗതുകപൂർവമായ ഇരുമ്പ് പെട്ടി അദ്ദേഹം തുറക്കുകയാണ്, ഓപ്പൺ ചെയ്തു. അതിൽ ചെറിയൊരു എഴുത്ത്. ആ എഴുത്ത് അദ്ദേഹം നോക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ 1ാം ക്ലാസ്സിലെ ഒരു ടീച്ചർ അമ്മക്ക് സ്വന്തം കയ്യിൽ കൊണ്ടുവന്നു കൊടുത്ത ഒരു എഴുത്ത്. അദ്ദേഹം അത് വായിക്കുന്നു. 2-3 തവണ ആവർത്തിച്ച് വായിക്കുന്നു, പണ്ട് അമ്മ വായിച്ചതുപോലെ. അത് വായിച്ചതിന് ശേഷം ഒരു നെടുവീർപ്പോടുകൂടി തൻ്റെ സ്വന്തം അമ്മയെ, സ്നേഹനിധിയായ അമ്മയെ ഓർത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിക്കുകയാണ്. നോക്കൂ, എന്തുമാത്രം നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതി. ഇങ്ങനെയായിരിക്കണം ഈ തോമസ് ആൽവ എഡിസന്റെ അമ്മയുടെ ഒരു മനസ്സായിരിക്കണം ഓരോ കുട്ടിയുടെയും മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് ഈ ഒരു കഥ, ഈ ഒരു ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നത്. ഇതുപോലെ തന്നെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഓരോ ആളുകളും, പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞർ, ഇവരിൽ പലരും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് പല കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ടവരായിരുന്നു. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന സയന്റിസ്റ്റുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പഠന പിന്നോക്കാവസ്ഥ കാരണം, മറ്റു കുട്ടികളെ ശല്യം ചെയ്യുന്ന പ്രകൃതം കാരണം, ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞത് കാരണം ഇനി സ്കൂളിലേക്ക് വരേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട കുറേ ആളുകളാണ് പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്ത് പ്രസിദ്ധരായി തീർന്നിട്ടുള്ളത്. അവരുടെ കണ്ടുപിടുത്തത്തിൽ അവർ കണ്ടെത്തിയ പല കാര്യങ്ങളുമാണ് ഇന്ന് ലോകത്ത് ഉള്ള മനുഷ്യർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു കുട്ടിക്ക് ഏതു മേഖലയിലാണ് ഇൻട്രസ്റ്റ്, ഏത് വിഷയത്തിലാണ് താല്പര്യം, ഇത് നമ്മൾ കണ്ടെത്തണം. ഇത് രക്ഷിതാവും അധ്യാപകനും കണ്ടെത്തണം. അവിടെ ആ കുട്ടി വിജയിച്ചു. നന്നായി പഠിക്കുക, നന്നായി എഴുതുക, പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൊണ്ടുവരിക, ഹോംവർക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് സ്കൂളിൽ മിടുമിടുക്കനാവുക, A+ വാങ്ങുക. ഇതൊക്കെ തന്നെയാണ് ഒരു നല്ല കുട്ടിയുടെ, അച്ചടക്കമുള്ള കുട്ടിയുടെ, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടയാളം. ഇന്ന് സമൂഹം വിലയിരുത്തുന്നത് അങ്ങനെയാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+, ഫുൾ സ്കോർ. ഈ കുട്ടിയാണ്, ഇങ്ങനെയുള്ള കുട്ടികളാണ് മികച്ച കുട്ടികൾ, അല്ലെ? ഇവർക്കല്ലേ സത്യത്തിൽ നമ്മളൊക്കെ പ്രോത്സാഹനം, അനുമോദന ചടങ്ങുകള്,
അവാർഡുകളൊക്കെ കൊടുക്കുന്നത്. ഇപ്പോഴും 10ാം ക്ലാസ്സിന്റെയും +2 ഒക്കെ റിസൾട്ട് വന്നു. ഫുൾ A+ കിട്ടിയവർക്ക് ഒരുപാട് ആളുകള്, സംഘടനകള് ഒക്കെ അവാർഡുകൾ കൊടുത്തില്ലേ? സ്കൂളിൽ അവരെ ആദരിച്ചു, പല രൂപത്തിലും പല രീതിയിലും അവരെ ആദരിച്ചു. അപ്പൊ ഫുൾ A+ കിട്ടാതെ 9 A+ കിട്ടി, ഒരെണ്ണം കുറവ്. ഈ കുട്ടിക്ക് എന്താ ആദരവ് വേണ്ടേ? അല്ലെങ്കിൽ 8 A+, ബാക്കി 3 Aയോ Bയോ ഒക്കെ, ഈ കുട്ടിക്കും കഴിവില്ലേ? ഇങ്ങനെയുള്ള കുട്ടികൾ ആദരിക്കപ്പെടുന്നില്ല, അഭിനന്ദിക്കപ്പെടുന്നില്ല. പക്ഷെ ഈ കുട്ടിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്കും കഴിവുണ്ട്. ഇനി എല്ലാത്തിലും ഒന്നും കിട്ടിയില്ല, A+ ഇല്ല, Aയും ഇല്ല, Dയോ Eയോ ഒക്കെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കുട്ടികൾക്കും കഴിവുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ അറിയുന്ന, നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തുന്ന പല വസ്തുക്കളുടെയും പിറകിൽ A+കൾ കിട്ടാത്ത കുട്ടികളുടെ ശ്രമകരമായ പ്രയത്നമായിരുന്നു. അപ്പൊ ബൾബ് കണ്ടുപിടിച്ചപ്പോ 10,000 വസ്തുക്കളിൽ അദ്ദേഹം പരീക്ഷണം നടത്തി എന്നാണ്. അപ്പൊ 10,000-ഓളം വസ്തുക്കളിൽ പരീക്ഷണം നടത്തി നിരന്തരം പരാജയവും പരിഹാസവും ഏറ്റുവാങ്ങിയിട്ടും മനസ്സ് തളരാതെ, മനസ്സ് തകരാതെ പരിശ്രമിച്ചപ്പോഴാണ് ഫിലമെന്റിൽ വൈദ്യുതി പ്രകാശിക്കും എന്ന് കണ്ടെത്തിയത്. പക്ഷെ ആ കുട്ടി ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അല്ലേ? അപ്പോ എല്ലാവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, കഴിവില്ലാത്ത കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കണം. കഴിവില്ലാത്ത കുട്ടികൾ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോ പ്രപഞ്ച സൃഷ്ടാവ്, പ്രപഞ്ച ശക്തി ഒരുപാട് കഴിവുകളുമായിട്ടാണ് ആ കുട്ടിയെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. അതിൽ ഏതോ 1-2 കഴിവുകൾ അത് ഈ ലോകത്തിന് സമ്മാനിക്കേണ്ട, സംഭാവന നൽകേണ്ട കഴിവുകളാണ്. ഇങ്ങനെയാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ഇത് കണ്ടെത്തിയവർ ഇന്ന് ലോകത്ത് പ്രശസ്തരാണ്. ഒരു കഥ കൂടി പറയാം. ഹെലൻ കെല്ലർ ഒരു സ്ത്രീയാണ്. ഇവർക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കൂല. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാത്ത ഒരു മനുഷ്യന് എന്തിനാ പറ്റുക? പക്ഷേ ഇവര് ലോകത്ത് അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. പ്രഭാഷണത്തിൽ, എഴുത്തിലൊക്കെ ഇവര് വളരെ പ്രശസ്തരാണ്. ഇവരുടെ പേരില്, ഈ സ്ത്രീയുടെ പേരിൽ, ഹെലൻ കെല്ലറുടെ പേരിൽ കേരളത്തിൽ പോലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത, അന്ധരായ, ബധിരരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, പല ജില്ലകളിലുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പൊ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ പോലും സാധിക്കാത്ത ഈ ഒരു പെൺകുട്ടിയെ വലുതാക്കാൻ, ലോകത്ത് അറിയപ്പെടാൻ, അതിന്റെ പിറകില് അവരുടെ ഒരു ഹോം ട്യൂഷൻ ടീച്ചർ ആയിരുന്നു. ആ ടീച്ചറുടെ നിരന്തരമായ പരിശ്രമം ഈ കുട്ടിയിലുള്ള കഴിവിനെ അവർ കണ്ടെത്തുകയാണ്. ഈ കുട്ടിയുടെ ചുണ്ടുകൾ, ലിപ്പ് ഇങ്ങനെ ചലിക്കുന്നതും, ആ ചുണ്ടുകൾ ചലിക്കുന്നതിന്റെ ആ ഒരു പവറും, ഹൈ പവറൊക്കെ ഈ ടീച്ചർ കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിൻ്റെതായ രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകിയപ്പോ, മോട്ടിവേഷൻ നൽകിയപ്പോ ലോകത്തുള്ള സംസാരിക്കാത്ത, കേൾക്കാത്ത, കണ്ണു കാണാത്ത ആളുകൾക്ക് വലിയ പ്രചോദനമായി മാറാൻ ഹെലൻ കെല്ലർക്ക് സാധിച്ചു എങ്കിൽ കണ്ണുള്ള, കാതുള്ള, കണ്ണു കാണുന്ന, ചെവി കേൾക്കുന്ന, സംസാരിക്കുന്ന കുട്ടികളുടെ കഴിവിനെ കണ്ടെത്തുവാൻ എന്തുകൊണ്ടാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക്, ഗുരുക്കന്മാർക്ക്
പലപ്പോഴും സാധിക്കാതെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി. നമ്മുടെ കുട്ടികൾക്ക് ഏത് മേഖലയിലാണ് താല്പര്യം? ഇതിനടിസ്ഥാനത്തിലാവണം സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം, കുട്ടിയുടെ പഠനം. ചെറുപ്പത്തിൽ തന്നെ നമ്മളത് കണ്ടെത്തണം. രക്ഷിതാവ് ഇതിനു വേണ്ട നിരന്തരമായ നിരീക്ഷണമാണ് വാല്യുവേഷൻ. കുട്ടിയുടെ നടത്തം, കുട്ടിയുടെ സംസാരം, കുട്ടിയുടെ നോട്ടം, കുട്ടിയുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോൾ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചില കുട്ടികൾക്ക് നന്നായി പാടാൻ കഴിയും. ആ പാട്ടിൽ തന്നെ ഏത് ഏരിയയിലാണ്, ഏത് സ്പെസിഫിക് ഏരിയയിലാണ്, അല്ലെങ്കിൽ ഏത് മൈക്രോ നീഷിലാണ് ആ കുട്ടിയുടെ നാടൻ പാട്ടാണോ, അതല്ലെങ്കിൽ അങ്ങനെ ഏത് പാട്ടിൽ തന്നെ ഒരുപാടുണ്ടല്ലോ, അത് ഏത് രൂപത്തിലുള്ള പാട്ടാണ്, മാപ്പിളപ്പാട്ടാണോ, നാടൻ പാട്ടാണോ, കവിതയാണോ, ഇങ്ങനെ ഏതാണ് ആ കുട്ടിക്ക് കൂടുതൽ താല്പര്യം, ഇത് കണ്ടെത്തി ആ കുട്ടിയെ നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചു നോക്കൂ. ആ കുട്ടി ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഗായികയായി മാറും. ഇതുപോലെ ഒരു കുട്ടിക്ക് വരക്കലിലാണ് താല്പര്യമെങ്കിൽ അത് കണ്ടെത്തൂ. അതിന് വേണ്ട സൗകര്യങ്ങൾ ആ കുട്ടിക്ക് നൽകൂ. അതിന് എത്താവുന്ന മേഖലകളിൽ അവസരങ്ങളൊക്കെ ആ കുട്ടിക്ക് നൽകൂ. ആ കുട്ടി ലോകത്ത് തന്നെ, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വേൾഡ് ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായി മാറാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടിക്ക് കളിയിലാണ് താല്പര്യം, പഠിക്കാനൊന്നും ക്ലാസ്സിലൊന്നും അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, എപ്പോഴും ഗ്രൗണ്ടിലേക്ക് പോകും. ഒരു ബാറ്റോ ബോളോ അല്ലെങ്കിൽ ഫുട്ബോളോ അല്ലെങ്കിൽ ഒരു ബാറ്റോ ഒക്കെ എടുത്തിട്ട് അവന് ഫുൾ ടൈം കളിയാണെങ്കിൽ, ആ കളിയിൽ ഏത് ഏരിയയിലാണ്, ക്രിക്കറ്റ് ആണോ, ഫുട്ബോൾ ആണോ, വോളിബോൾ ആണോ, ബാസ്കറ്റ് ബോൾ ആണോ, അങ്ങനെ ഏത് ഏരിയയാണ് എന്ന് ഒരു അധ്യാപകനോ രക്ഷിതാവോ കണ്ടെത്തി അതിനുള്ള അവസരം ആ കുട്ടിക്ക് നൽകുകയാണെങ്കിൽ അവൻ എത്തേണ്ടിടത്തെത്തും, വേൾഡ് ലെവലിൽ തന്നെ ഫേമസ് ആവും. അങ്ങനെയുള്ള ആളുകൾ നമുക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളുടെ സാനിയ മിർസ പോലെയുള്ള ആളുകളൊക്കെ നമ്മൾക്കറിയില്ലേ. മെസ്സിയെ പോലെ, CR7 പോലെ ഒക്കെയുള്ള വ്യക്തികൾ നമ്മൾക്കറിയില്ല. നെയ്മറിനെ പോലെയുള്ള, സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള ആളുകളൊക്കെ ആ രൂപത്തിൽ ഇങ്ങോട്ട് ഉയർന്നു പൊങ്ങി വളർന്ന് വന്നവരാണ്. അവരുടെയൊക്കെ പിറകിൽ നിരന്തരമായ മോട്ടിവേഷൻ ഉണ്ട്. കഴിഞ്ഞ ലോകകപ്പ്, വേൾഡ് കപ്പിൽ ഒരു കാഴ്ച, ഒന്ന് രണ്ട് കാഴ്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് CR7 എന്നറിയപ്പെടുന്ന ആ വ്യക്തി, ആ കളിക്കാരൻ തോൽക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം കളിയിൽ തോറ്റപ്പോ, അദ്ദേഹത്തിന്റെ ടീം തോറ്റപ്പോ അദ്ദേഹം വേഗം വിമാനത്തിൽ കയറി നാട്ടിലെത്തി. ഇപ്പുറത്ത് ഖത്തറില് അടിപൊളിയായിട്ട് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. കളിയുടെ പകുതി ഭാഗം പിന്നിട്ടിട്ടുള്ളൂ. അദ്ദേഹം നാട്ടിലെത്തി, അദ്ദേഹത്തിന്റെ ഗ്രൗണ്ടിൽ അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങി. ആ കഥകൾ, ആ രംഗങ്ങളൊക്കെ മാധ്യമങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റിൽ തന്നെ ഏറ്റവും പ്രബലമായ ടീം അർജന്റീന വിഷയത്തിൽ നിന്ന് പോകുന്നുണ്ടെന്ന് അറിയാം. പിന്നെ സൗദി അറേബ്യയോട് പരാജയപ്പെട്ടപ്പോ ആ പരാജയത്തിൽ നിന്ന് പാഠവും എനർജിയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ടീം മാനസിക കരുത്ത് നേടിക്കൊണ്ട് നിരന്തരമായി സെൽഫ് മോട്ടിവേഷനും ഗ്രൂപ്പ് മോട്ടിവേഷനും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അവസാനം അർജന്റീന വേൾഡ് കപ്പ് വിന്നറാവുന്നത്. അപ്പൊ പരാജയത്തിൽ തളരാതെ, തകരാതെ നിരന്തരമായിട്ട് സെൽഫ് മോട്ടിവേഷനും അതുപോലെ തന്നെ മറ്റൊരാളിൽ നിന്നുള്ള മോട്ടിവേഷനും പ്രോത്സാഹനമൊക്കെ കുട്ടിക്ക് ലഭിക്കുകയാണെങ്കിൽ കുട്ടി എത്തേണ്ടിടത്തെത്തും എന്നതിനുള്ള പാഠങ്ങളാണ് അതൊക്കെ. ഒരു കുട്ടിക്ക് അഭിനയത്തിലാണ് താല്പര്യം എങ്കിൽ ആ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കൂ. ഒരു കുട്ടിക്ക് നീന്തലിലാണ് താല്പര്യമെങ്കിൽ ആ മേഖലയിലെ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കൂ. ഇങ്ങനെ ഏതു മേഖലയിലാണ്
കുട്ടിയുടെ താല്പര്യം എന്ന് കണ്ടെത്തി അതിൻ്റെ മൈക്രോനീഷിൽ മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് അവനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ, ഇപ്പൊ പലരും അങ്ങനെ പരാതിപ്പെടാറുണ്ടല്ലോ, എപ്പോഴും മൊബൈലിലാണ് എൻ്റെ കുട്ടി. മൊബൈലിൽ നന്മകളുണ്ട് തിന്മകളുണ്ട്. അപ്പൊ മൊബൈൽ കളിക്കുന്ന കുട്ടി തന്നെ അതിൽ മൊബൈൽ ടെക്നീഷ്യനായിട്ടോ എഞ്ചിനീയർ ആയിട്ടോ അതിലെ ഒരുപാട് അവസരങ്ങളുള്ള ഏരിയകളാണ്. അതൊരു രക്ഷിതാവ് ആ കുട്ടിയിൽ കണ്ടെത്തിയാൽ അവൻ ചിലപ്പോൾ ആ മേഖലയിൽ ഉയർന്ന സാലറിയുള്ള ലക്ഷങ്ങൾ സാലറി വാങ്ങാൻ, ശമ്പളം വാങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയയിലേക്കൊക്കെ ആ കുട്ടിയെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നതിന് പകരം ആ കുട്ടി എങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. എപ്പോഴും എൻ്റെ കുട്ടി മൊബൈലിലാണ്, ഫുൾ ടൈം എൻ്റെ കുട്ടി മൊബൈൽ അഡിക്ഷനാണ്, പുസ്തകം ടെക്സ്റ്റ് ബുക്ക് നോക്കുകയല്ല, ഒന്നും എഴുതൂല, ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കൂല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും എൻ്റെ കുട്ടി മൊബൈൽ നോക്കിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത് ആ കുട്ടിയെ നിരാശപ്പെടുത്തുകയാണ്. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നല്ലൊരു പ്രവൃത്തിയായിട്ടല്ല പറയുന്നത്. ഇതിൽ പോലും കുട്ടികളുടെ കഴിവുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ മെനക്കെടാറില്ല. അപ്പൊ അതിലൊക്കെ കുട്ടികളുടെ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ചുരുക്കി പറഞ്ഞത്, എന്താണോ നമ്മുടെ കുട്ടികളുടെ പ്രോബ്ലം, എന്ത് കാരണത്താലാണ് നമ്മുടെ കുട്ടി പിറകിലായി പോയത് പഠനത്തിൽ, അത് കണ്ടെത്തി അവന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഉറപ്പായിട്ടും ആ കുട്ടിയെ എത്തിക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. സ്ഥിരമായി ആ കുട്ടിയെ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക. അവന്റെ കൂടെ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ആ കുട്ടി എത്തേണ്ടടുത്തെത്തും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് ചുരുക്കി പറയാനുള്ളത്. ഇത് ഒരുപാട് സമയമെടുത്ത് നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ്. ചുരുക്കി ഇത്രയും മാത്രം സൂചിപ്പിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? അപ്പൊ ഇത്രയും സമയം ഡൗട്ട്സ് ഉണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാവേ. നമസ്കാരം സാർ. സാർ, നമുക്ക് കുട്ടികൾക്ക് ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ ഒരു വൈകല്യം? അത് പഠന വൈകല്യമാണോ അതോ വേറെ എന്താ പ്രശ്നങ്ങൾ, കുട്ടിക്ക് ജന്മനോ ഉള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണോ എന്നൊക്കെ ഉള്ളത്? ഇത് നമ്മൾക്ക് കുട്ടിയെ നിരീക്ഷിച്ചാൽ മനസ്സിലാവുമല്ലോ. പഠനത്തിലെ പിന്നോട്ട് വരുമ്പോ കാഴ്ചക്കുറവാണോ, കേൾവിക്കുറവാണോ, ഓർമ്മക്കുറവാണോ, അതല്ലെങ്കിൽ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള കുഴപ്പമാണോ, ഇതെന്താ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രോബ്ലം ആണെങ്കിൽ അത് കുറെ കൂടി ഡീപ്പായിട്ട് നിരീക്ഷിക്കുമ്പോഴേ മനസ്സിലാവുക. കുട്ടി ഇങ്ങനെ എപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുട്ടിയുടെ മനസ്സിനകത്ത് എന്തോ പ്രയാസങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ അത് കുട്ടിയോട് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. പല കുട്ടികളോടും, എത്ര ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും മുതിർന്ന കുട്ടികളാണെങ്കിലൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവരോട് ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് പെട്ടെന്ന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും പറയില്ല. പ്രശ്നങ്ങൾ തന്നെ പലതാവാം. മറ്റു സഹപാഠികളിൽ നിന്നുള്ള പ്രയാസങ്ങളാവാം, മോശമായ സംസാരങ്ങളോ ആക്രമണ രീതികളൊക്കെ ആവാം. അതല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികളുടെ ശല്യം, പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടികളുടെ ശല്യം, ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളാണ്. ഇതെന്താണ് എന്ന് കണ്ടെത്തിയിട്ട് നമ്മളത് ചോദിക്കുക, നിരീക്ഷിക്കുക. ഇപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. കുട്ടിയുടെ പ്രോബ്ലത്തെ, കുട്ടിയുടെ പ്രശ്നത്തെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ചോദിച്ചത്. കൃത്യമായ നിരീക്ഷണത്തിലൂടെ, അതല്ലെങ്കിൽ കുട്ടിയോട്
ഓപ്പൺ ആയിട്ട് തുറന്ന് ചോദിക്കലിലൂടെ ഈ കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ സാർ. അപ്പൊ ഇതിന് ഒരു പരിഹാര വൈകല്യം, അങ്ങനെ പഠന വൈകല്യം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പരിഹാര മാർഗം എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തിയാൽ അതിനുള്ള പരിഹാര മാർഗങ്ങളും വളരെ എളുപ്പമാണല്ലോ. ഇപ്പൊ വീട്ടിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കുട്ടിയുടെ അമ്മയോടോ അച്ഛനോടോ ഒന്നിച്ചിരുത്തിയിട്ട് അവരോട് സംസാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോ കുട്ടിക്ക് പഠനത്തിന് ആവശ്യമായ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. ടെക്സ്റ്റ് ബുക്കുകളോ നോട്ട് ബുക്കുകളോ മറ്റു പഠനോപകരണങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ രൂപത്തിൽ ഹെൽപ്പ് ചെയ്താൽ അവന്റെ പ്രശ്നങ്ങൾ മാറിയേക്കാം. അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള സമൂഹത്തിൽ നിന്നോ മറ്റു കുട്ടികളിൽ നിന്നോ എന്തെങ്കിലും മോശമായ പെരുമാറ്റ രീതികളാണെങ്കിൽ അതിൽ അധ്യാപകനോ രക്ഷിതാക്കളോ ഇടപെടേണ്ടി വരും. അതല്ലെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ കണ്ണടയോ ഹിയറിംഗ് എയ്ഡ്സോ അല്ലെങ്കിൽ മറ്റു മെഡിസിനോ ഒക്കെ കൊടുക്കേണ്ടി വരും. എന്താണോ പ്രശ്നം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ അതിനുള്ള പരിഹാരം വളരെ സിമ്പിൾ അല്ലേ? പ്രശ്നങ്ങൾ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് അതിനുള്ള പരിഹാരങ്ങൾ പ്രയാസമാകുന്നത്. പരിഹാരങ്ങൾ മനസ്സിലാക്കിയ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ കഴിയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു.